നമസ്കാരം, എല്ലാ ദൃശ്യ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. തിരുവോണം ആയിക്കൊണ്ട് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഗായകൻ, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അങ്ങനെ നിരവധി മേഖലകളിൽ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഗീത് രഘുനാഥ്. കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം, കായലലകൾ പുൽകും തനുവലിയുമീറൻ കാറ്റിൽ, ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനായി, പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം കുട്ടനാടിനീണം. സംഗീത് ദൃശ്യ ടിവിയുടെ ഓണ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, ഗായകനാണ്. നമുക്ക് വേണ്ടത് കുറച്ച് പാട്ടുകളാണ്, ഓണപ്പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചു നേരം ഇരിക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഒരു ഓണപ്പാട്ടങ്ങ് പാടിയാലോ? ആദ്യമായിട്ട് ഓണപ്പാട്ട് പാടിയേക്കാം. ഓണത്തിന്റെ ദേശീയ ഗീതമായ ആ പാട്ട്. ഉത്രാടപ്പൂ നിലവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ, ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂ നിലവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ, ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂ നിലവേവാ. കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ, മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ, പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ, പുതയ്ക്കും പൊന്നാടയായി നീ വാ വാ വാ, ഉത്രാടപ്പൂ നിലവേവാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ, ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ വാ, ഉത്രാടപ്പൂ നിലവേവാ. കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ചെന്നൈ. മ്യൂസിക് അല്ല പ്രൊഫഷൻ എന്ന് തോന്നുന്നു അല്ലേ? അത് സൈഡായിട്ടാണ്. മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, BE ട്രിപ്പിൾ കഴിഞ്ഞതാണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു അനലിറ്റിക്കൽ ഇൻസ്ട്രുമെന്റ് മാനുഫാക്ചറിങ് കമ്പനിയിലാണ്, ബയോടെക് ഇൻസ്ട്രുമെന്റ്സ്. സോ അത് റിലേറ്റഡ് ആണ് എൻ്റെ വർക്ക്. ഡിസൈനിങ്, ടെസ്റ്റിംഗ് ഒക്കെയാണ് എൻ്റെ പരിപാടി. പക്ഷെ മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലേ? എങ്ങനെ പറ്റുന്ന ഇതെല്ലാം കൂടെ? ആക്ച്വലി സമയം കിട്ടുന്നില്ല, പക്ഷെ ഇഷ്ടമാണ്. പിന്നെന്താ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സമയം മാക്സിമം സ്റ്റുഡിയോകളിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നു. മ്യൂസിക് പാട്ട് പാടും, എഴുതും, കമ്പോസ് ചെയ്യും. പിന്നെ മറ്റ് ലാംഗ്വേജസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, മലയാളം, തമിഴ്, രണ്ട് ലാംഗ്വേജിലേക്ക്. പിന്നെ ഡബ്ബിങ് എല്ലാം ഉണ്ട്, കോർഡിനേഷൻ എല്ലാം പരിപാടിയുണ്ട്. ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ചെയ്യുന്നത്? ഡബ്ബിങ് മലയാളം, തമിഴാണ് ഞാൻ മെയിൻലി ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ മൾട്ടിലിംഗ്വൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അതെ. പിന്നെ അതിന്റെ സിനിമകൾ ചെയ്യാറുണ്ട്, അതുപോലെ കാർട്ടൂൺസ് ഉണ്ട്, കൊറിയൻ സീരീസ് ചെയ്യാറുണ്ട്, മാസ്റ്റേഴ്സ്, പിന്നെ ഗ്രേറ്റ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ചെയ്തിട്ടുണ്ട്. നല്ല രസം അതൊക്കെ കണ്ടോണ്ടിരിക്കും. കൊറിയൻ സംസാരിക്കാൻ അറിയാമോ? അത് അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഡബ് ചെയ്യുന്നത്? നമുക്ക് അവര് പൈലറ്റ് തരും, അതായത് അവിടെ അറിയാവുന്ന ലാംഗ്വേജ് അറിയാവുന്നവര് നമുക്ക് പൈലറ്റ് ട്രാക്ക് ചെയ്ത് കേട്ടിട്ട് നമുക്ക് മീനിങ് പറഞ്ഞു തരും. അതെ, അത് കേട്ടിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടെ വെച്ചാ ചെയ്യുന്നതൊക്കെ? എവിടെയാ? അവിടെ ഞാനിപ്പോ സ്ഥിരം വർക്ക് ചെയ്യുന്ന ഒരു 4-5 സ്റ്റുഡിയോസ് ഉണ്ട് ചെന്നൈയിൽ തന്നെ. ചെന്നൈയിൽ തന്നെ. എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ കൊറിയൻ ഇപ്പൊ എനിക്കൊന്ന് ലാസ്റ്റ് വീക്ക് ഒരെണ്ണം ചെയ്തു, അൾട്ടിമേറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ സ്വന്തം ഇതിലല്ലാതെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന സാധനത്തിനാണ് കൂടുതൽ സ്വീകാര്യത എന്ന് തോന്നുന്നത്. കൂടുതലും വർക്കുകൾ വരാറ് ആ ടൈപ്പ് മറ്റു ലാംഗ്വേജസ് നമ്മുടെ ഇതിലേക്ക് വരുന്നതാണ്. മലയാളം ഒരു വെബ് സീരീസ് ഒക്കെ ഇറങ്ങുന്നേക്കാളും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത് കൊറിയൻ അതുപോലെയുള്ളതെന്ന് തോന്നുന്നു ഇപ്പം. അതെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ലാംഗ്വേജസ് ആൾക്കാർ അതുപോലെ തന്നെ കാണാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
നമ്മുടെ ഇപ്പൊ മലയാളം വേറെ ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്താൽ അതിന്റെ ഒരു ഡെപ്ത് കിട്ടില്ല. തമിഴ് മറ്റു ലാംഗ്വേജസ് ഒക്കെ നമ്മുടെ ഇതിലേക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് പറ്റും. മലയാളം അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ ഒരു പാട്ടും കൂടെ പാടിയാലോ? ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പറഞ്ഞ പോലെ ഈ പാട്ടില്ലാതെ വേറെ ഓണം ഇല്ല അല്ലേ? അതെ. അതെന്നായിരിക്കും ഇത്രയും കാലമായിട്ട് ഈ പാട്ടൊന്നും അങ്ങനെ പോകാതെ ഇപ്പോഴും എല്ലാ ജനറേഷനും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ളത് അങ്ങനെ വരുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഇതുപോലെ ഓണപ്പാട്ടൊക്കെ എഴുതി ട്യൂൺ ചെയ്ത് പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഈ പാട്ടുകൾ കഴിഞ്ഞിട്ടുള്ളൂ എന്റെ പാട്ടുകൾ പോലെ. ഒരിക്കലും അതിന്റെ സ്വീകാര്യത എത്രയാണല്ലേ? അത് നമുക്ക് ഒരിക്കലും മനസ്സിൽ പോകത്തില്ല പാട്ടുകൾ. ഏത് കാലഘട്ടത്തിലെ പാട്ടൊക്കെയാ ഇഷ്ടം? കേൾക്കാനാണേലും പാടാനാണേലും ഒക്കെ? എനിക്ക് അങ്ങനെ ഇന്ന് കാലഘട്ടമൊന്നുമില്ല. കൂടുതൽ എനിക്ക് ഇഷ്ടം മെലഡീസ് ആണ്. പിന്നെ അതുപോലെ മ്യൂസിക് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം മെലഡിയാണ്. കംഫർട്ടബിൾ അതാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പാടാറുണ്ടോ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ? ആരുടെ മ്യൂസിക് ആണ് ഇഷ്ടം? ഏത് മ്യൂസിക് ഡയറക്ടറാണ് ഇഷ്ടം മലയാളത്തിൽ ചോദിച്ചാല്? മലയാളത്തില് ഇപ്പൊ ഉള്ളതിൽ എനിക്ക് ദീപക് ദേവ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. തമിഴില് നോക്കുവാണെങ്കിൽ ജി.വി. പ്രകാശ്. ഇതൊക്കെ ഒരു വേറൊരു സ്റ്റൈലാണ്. ജി.വി. പ്രകാശ് കുറച്ചുകൂടെ മ്യൂസിക്കലി അവര് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ എന്റെ ഒരു. ഓക്കെ. ഈ പാടാനൊക്കെ ഈസി ആയിട്ടൊക്കെ തോന്നിയിരിക്കുന്ന ആരുടെ പാട്ടുകളൊക്കെ മ്യൂസിക്? മലയാളത്തിൽ ഹരിശങ്കർ നല്ല പാട്ടാണ്. മ്യൂസിക് നല്ല പാട്ടാണ്. പിന്നെ പഴയ നോക്കിയ രവീന്ദ്ര സാർ, ജോൺസൺ മാഷ്. അതെ. ആ പേരില്ലാതെ ഒരു മ്യൂസിക് ഇല്ലാന്ന് പറയാം മലയാളത്തില്. ഹരിശങ്കറിന്റെ ഒരു പാട്ടെന്നാ പാടി നോക്കിയാലോ? പാടാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നീ, കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ കൊഴിയുന്നു, നേർത്തു വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ നിന്നനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ഇതുവരെ ഏതിലൊക്കെ പാടിയിട്ടുണ്ട്? ഞാന് ഇപ്പം അതുപോലെ തന്നെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജ് ഷോസ് നേരത്തെ ചെയ്യുമായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ പ്രോഗ്രാംസ് പോകാറ് വളരെ കുറവാണ്, സമയമില്ല. പിന്നെ ഇപ്പൊ കൂടുതൽ റെക്കോർഡിങ്ങുകൾ ഒക്കെയാണ്, സ്റ്റുഡിയോ വർക്ക്സ് ആണ് കൂടുതൽ.
പിന്നെ അവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്ന് ചിലപ്പം ഓപ്പൺ മൈക്ക് പ്രോഗ്രാംസിന് പോകാറുണ്ട്. അവിടെ എന്തെങ്കിലും ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടാവും, അതിന് പോയി പാടാറുണ്ട്. അതിന് പ്രോഗ്രാം എന്നൊന്നും പറയാൻ പറ്റില്ല. മൂവീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്കൊരു ആമസോൺ പ്രൈമിലൊരു മൂവി റിലീസായി, ഒരു തമിഴ് മൂവി അനലി എന്ന് പറഞ്ഞിട്ട്. അനലി അതിൻ്റെ 4 ലാംഗ്വേജ് പാടിയായിരുന്നു. അത് തമിഴ് മൂവിയാണ്. OTT വന്നപ്പോൾ അവർ ബാക്കി 4 ലാംഗ്വേജ് പാടിയായിരുന്നു. അത് ഇതുപോലെ തെലുങ്ക് കന്നഡയൊക്കെ വന്നപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഈ ഡബിങ്ങിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാ? അങ്ങനെ ഒരു കഴിവുണ്ട് പറ്റും എന്നൊക്കെ തിരിച്ചറിഞ്ഞത് ആരാ, എങ്ങനെയാ അതിലേക്ക് പോയത്? ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് തൊട്ടേ ഡബിങ്ങും ഇത് ഫിലിം റിലേറ്റഡ്. ഡബ് ചെയ്യാൻ ഭയങ്കര പാടാന്നല്ലേ പറയുന്നേ? വരാൻ വേണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടാ. ചില അഭിനയിക്കുന്നവർ ചിലർ ഡബ് ചെയ്യാറില്ല. ഇപ്പോഴാണ് പിന്നെ ഡബ് ചെയ്യുന്നത്. അല്ലാത്ത പണ്ട് ഓൺ വോയിസ് എന്ന് പറയുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റിനൊക്കെ പ്രത്യേകിച്ച് വളരെ കുറവാ. അപ്പൊ പിന്നെ ഇതെങ്ങനെയാ തിരിച്ചറിഞ്ഞ് ഈ സൗണ്ട് കൊള്ളാം, ഇതിങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലോ? ഞാൻ ഡബിങ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചൊരു പടത്തിലാണ്. പടത്തിന്റെ പേര് ശക്തൻ മാർക്കറ്റ് എന്നാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്ത ക്യാരക്ടറിനാണ് ആദ്യമായിട്ട് ഞാൻ ഡബ് ചെയ്തത്. അപ്പൊ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഡയറക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ആയി. ഒരെണ്ണം ചെയ്തപ്പോഴേ കോൺഫിഡൻസ് ആയി. പിന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ലാപ്ടോപ്പിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ആ റീൽസ് ഒക്കെ പോലെ, അന്ന് റീൽസ് ഒന്നും ഇല്ല, അപ്പൊ റീൽസ് ഒക്കെ പോലെ എന്തെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് അതിന് ഞാൻ വോയിസ് കൊടുത്ത് ഡബ് ചെയ്യുന്ന പോലെ എടുത്തു വെക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് അറിയാം, ബേസിക് അറിയാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ കിട്ടി. ഞാൻ ഡയറക്റ്റ് ചെയ്തായിരുന്നു 1-2 ഷോർട്ട് ഫിലിംസ്. അപ്പൊ അതിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോൺഫിഡൻസ് ആയി. പിന്നെ ചെന്നൈ ചെന്ന് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്തപ്പോൾ അതേ സ്റ്റുഡിയോയിൽ തന്നെ ഡബിങ് നടക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ പതുക്കെ ചെയ്തു തുടങ്ങി. ആദ്യമായിട്ട് ചെയ്തൊരു പടത്തിന് അതൊരു കോമഡി ക്യാരക്ടറായിരുന്നു. ഒരു തെലുങ്ക് പടം, പേര് ഞാൻ ഓർക്കുന്നില്ല, അതൊരു തെലുങ്ക് പടമായിരുന്നു. തെലുങ്ക് ടു മലയാളം ഡബ് ചെയ്ത്. അപ്പം അത് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തടുത്ത വർക്കിങ്ങിന് വിളിക്കാൻ തുടങ്ങി. അപ്പം ഒരു 4-5 വോയിസ് ഒക്കെ ചെയ്യും. റാഞ്ചെന്നവരുടെയും വില്ലന്റെയും കോമഡി, 4-5 വോയിസ് ഒക്കെ ചെയ്യും. കൊച്ചുപിള്ളേരുടെ ഒക്കെ ചെയ്യോ? ചെറുതായിട്ടൊക്കെ സൗണ്ട് കൊടുക്കാൻ പറ്റുമോ? കേട്ടപ്പോ ഒരു കൗതുകം. അമ്മേ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ കേട്ട ചിരി വരും. പക്ഷെ ഈ രീതിയിലാണ് അവിടെ ചെയ്യാറ്. ഞങ്ങൾ കുറെ പ്രാവശ്യം നമ്മൾ ടേക്ക് ഒക്കെ എടുത്ത് ആ ഒരു രീതിയിലാണ് പോവാറ്. ഇപ്പൊ ചെന്നൈയിലാണല്ലോ മുഴുവൻ സമയവും ചെന്നൈ തന്നെയാണ്, അവധിക്കൊക്കെ നാട്ടിൽ വരാറുള്ളൂ. അപ്പൊ ചെന്നൈ ഇതിനൊക്കെ കുറച്ചുകൂടെ ആക്സസ് കൂടുതലുള്ള സ്ഥലമാണോ? ഇപ്പം മ്യൂസിക്കിനാണെങ്കിലും ഇപ്പം ആക്ടിങ്ങിനാണെങ്കിലും അങ്ങനെയൊക്കെയാണ് നമുക്കൊരു ധാരണ ഉള്ളത്. ചെന്നൈയില് ആക്ച്വലി ഇതിന് നമുക്ക് കലാപരമായിട്ട് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം ഈ പറഞ്ഞ സ്ഥലമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. 25-26 കിലോമീറ്റർ ദൂരമുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തുന്ന ആ ഒരു സമയം 2-2.5 മണിക്കൂർ എടുക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ വടപഴനി, കോടമ്പാക്കം ആ ഏരിയയിൽ, വത്സരവാക്കം എന്നൊക്കെ പറയുന്ന ഒരു കുറച്ച് സിനിമ എന്ന് പറയുമ്പോഴേ കോടമ്പാക്കം എന്നുള്ള സ്ഥലം നമ്മൾ കേൾക്കുന്ന ആ ഏരിയ എന്ന് പറയുന്നത് ശരിക്കും മൊത്തത്തിൽ സിനിമയുടെ ഒരു ഹബ്ബാണ്. ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ AVM സ്റ്റുഡിയോ, അതൊക്കെ ആ ഏരിയ ചരിത്രത്തിന്റെ ഭാഗമായ സ്റ്റുഡിയോസ് ആണ് അതൊക്കെ. AVM സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ മെയിൻ സ്റ്റുഡിയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ തന്നെ ഇത് സ്റ്റുഡിയോ സ്യൂട്ടുകളുണ്ട് കുറെ. എനിക്കൊന്നൊരു 100-150 സ്യൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊരെണ്ണത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്, ഡബും ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നു, എല്ലാവരെയും അയച്ചൊക്കെ കൊടുത്തിട്ട്. ഇപ്പൊ സ്റ്റോറിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കും. ഇപ്പം സോഷ്യൽ മീഡിയയുടെ ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒത്തിരി അപ്പുറമാണ്. നമുക്ക് അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ സിംഗേഴ്സിനാണെങ്കിലും ഏത് കലാ മേഖലയിലുള്ളവർക്കാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നുണ്ട്. അത് പക്ഷെ അതിൻ്റെതായ നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് വരുമ്പോൾ അതിൽ ആർക്ക് അങ്ങോട്ട് മുന്നോട്ട് അവസരങ്ങൾ കിട്ടും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സോഷ്യൽ മീഡിയ നമുക്കിപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട്, കലാകാരന്മാർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ പാട്ട് പാടിയിടുക, ഇങ്ങനത്തെ പരിപാടികൾ. ഞാൻ ആക്ച്വലി വലിയ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ വർക്കൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ അതൊക്കെ ചെയ്തു തുടങ്ങാം. അതുതന്നെ ഇപ്പൊ നമുക്കൊന്ന് ശോഭിക്കണമെങ്കിൽ 1-2 സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഒക്കെ കുറഞ്ഞത് വേണം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ടായി പോകുന്നു. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലമല്ല. അതുപോലെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി. ഞാൻ ഈ പണ്ടെടുത്ത് ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തോണ്ടിരിക്കും. കൂട്ടുകാരെ വിളിക്കും, അപ്പൂപ്പാന്നൊക്കെ എന്നെ വിളിക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. കുറെ സജഷൻസ് വരുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ സ്റ്റോറി ഇടും, ഏത് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞിടുമ്പോൾ ഫോളോവേഴ്സ് ഒക്കെ ചോദിക്കും എങ്ങനെയുണ്ട് പാട്ട്, എന്റെ പാട്ട് വേണം. അപ്പൊ പിന്നെ അടുത്ത റീല് ആ പാട്ട് പാടിയിടും. ഒരുവിധം ആയി വരുന്നു സോഷ്യൽ മീഡിയയില്. ഇപ്പൊ മ്യൂസിക് ഒക്കെ ആണെങ്കിലും നമ്മുടെ ആക്ച്വൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂലോ. ഇപ്പൊ അതേപറ്റി എന്നാ പറയുന്നത്? AI മ്യൂസിക് ആക്ച്വലി നല്ലതാണ്, പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട്. ഇപ്പോ ചില AI മ്യൂസിക് ക്രിയേറ്റർ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പുകളിൽ
നമുക്കിപ്പം പാട്ടിലാണെങ്കിൽ പലതരത്തിലുള്ള താളങ്ങളുണ്ട്, പലതരത്തിലുള്ള രാഗങ്ങളുണ്ട്. ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് സെർട്ടൈൻ ആയിട്ട് ചെറിയ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, എല്ലാം ഒന്നും കിട്ടില്ല. അതുപോലെ ആക്ച്വലി ഒരു സിംഗർ പാടുന്ന രീതിയിൽ അത് ഒരിക്കലും വരത്തില്ല, ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് വെസ്റ്റേൺ മ്യൂസിക്കിനാണെങ്കിൽ ഓക്കെ, ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഇതിന് ഇതുവരെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പാട്ട് എഴുതി അത് ഗാനരചന, സംഗീത സംവിധാനം, ആലാപനം എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഭക്തിഗാനമാണെന്ന് തോന്നുന്നു, അതിനെ കുറിച്ചൊന്ന് പറയാവോ? അത് ഇതുപോലെ ഇതുപോലെ ഒരു ഡബിങ് മൂവിയുടെ സോങ് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിൽ ചെന്നത്. ചെന്നൈയിൽ ഒരു വലിയ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ശ്രീരാഗം സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടാണുള്ള സ്റ്റുഡിയോ. അപ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ പാടാൻ ചെന്നപ്പോൾ അവിടെ വേറൊരു വർക്കിന് വേണ്ടി വന്ന ഒരു ചേട്ടൻ, പുള്ളിക്ക് വേറൊരു സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരും വേറൊരു യൂട്യൂബ് ചാനലുകാർ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു 10 പാട്ട് റിലീസ് ചെയ്യും. എന്നിട്ട് അവരുടെ ചാനലിൽ ഡിവോഷണൽ ടൈപ്പ് തന്നെയാണ്. അപ്പൊ അവര് പറഞ്ഞു പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു, വോയിസ് ഇഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എഴുതുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എഴുതും, ട്യൂൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എല്ലാം ചെയ്യും. അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ എഴുതാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുമോ? ഞാനൊരു പാട്ടൊരു 10-15 മിനിറ്റ് കൊണ്ട് എഴുതി. സബ്ജക്റ്റിൽ വേണം പറയും, അങ്ങനെ പറയല്ലേ. നമുക്കൊരു ബേസിക് ലൈൻ കിട്ടാൻ ഒരു 10-15 മിനിറ്റ് മതി. പിന്നെ നമ്മളത് റിഫൈൻ ചെയ്യും. അതിനൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ വേണ്ടേ, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ? അങ്ങനെയൊന്നും വേണ്ടേ? വേണം. നമ്മള് ബെസ്റ്റ് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല. പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഇരുന്നൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ വിളിക്കും, പെട്ടെന്നൊരു ചെറിയ സംഭവം എഴുതി തരണം. അന്നേരം അവിടെ ഇരുന്ന് ബസ്സിലിരുന്ന് എഴുതും, അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത് പാടി ഒരു ഭക്തിഗാനത്തിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതൊന്ന് പാടി നോക്കിയാലോ? ഗജമുഖനേ ഗണപതിയേ പ്രണവസ്വരൂപനേ വിഘ്നേശ്വരനേ, ഗജമുഖനേ ഗണപതിയേ പ്രണവസ്വരൂപനേ വിഘ്നേശ്വരനേ, തുണയായിരുന്ന് അഴലാറ്റി എൻ്റെ മനസ്സിൽ വിളങ്ങും വിഘ്നേശ്വര. തുണയായിരുന്ന് അഴലാറ്റി എൻ്റെ മനസ്സിൽ വിളങ്ങും വിഘ്നേശ്വര, നിന്മലരടി തൊഴുതിടമനുഗ്രഹമേകിടു കനിവഴും വിഘ്നേശ്വര, നിന്മലരടി തൊഴുതിടമനുഗ്രഹമേകിടു കനിവഴും വിഘ്നേശ്വര, ഗജമുഖനേ ഗണപതിയേ പ്രണവസ്വരൂപനേ വിഘ്നേശ്വരനേ. അതുപോലെ തന്നെ ഓണപ്പാട്ടും എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഓണം ആയതുകൊണ്ട് തന്നെ ഒരു ഓണപ്പാട്ടും കൂടെ എന്നാ കയ്യോടെ പാടിയേക്കാം. ആവണി വന്നു ചിങ്ങത്തേരേറി അമ്പൽക്കുട നീട്ടി ഓണത്തുടിമേളം, ആവണി വന്നു ചിങ്ങത്തേരേറി അമ്പൽക്കുട നീർത്തി ഓണത്തുടിമേളം, പൊൻതേരേറി അത്തം പത്തോണം മുറ്റത്തൊരു പൂക്കളമിട്ടേ ആർപ്പോയിറോ തകതകതിത്താരോ, പൊലി 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 പൂവേ പൊലി 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 പൂവേ പൊലി 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 പൂവേ പൊലി 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 പൂവേ. എങ്ങനെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാ ചെന്നൈയിലാവുമ്പം? ഓണത്തിന് നാട്ടിൽ വരുമോ? എങ്ങനെ പതിവ് എങ്ങനെയാ? ഓണത്തിന് എനിക്ക് പൊതുവെ ലീവ് കുറവാണ് അവിടെ, കാരണം അത് തമിഴ് കമ്പനി ആയതുകൊണ്ട് പൊങ്കലിനാണ് അവർക്ക് ലീവ്. ഓണത്തിന് പൊതുവെ ലീവ് കുറവാണ്, എന്നാലും ഒരു 2 ദിവസമൊക്കെ ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരും. തിരുവോണത്തിന്റെ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വരുമ്പോ അമ്മച്ചി സദ്യയൊക്കെ ഉണ്ടാക്കി വെക്കും. ഞങ്ങള് പൂക്കളം പരിപാടി, സദ്യ കഴിക്കല്, ട്രഡീഷണൽ ഓണാഘോഷം തന്നെ നടത്തും അല്ലേ? അതെ, ഞങ്ങള് നാലുകൂടെ ഫോട്ടോ എടുപ്പ്, റീൽസ്, ഇതൊക്കെയാണ് പരിപാടി. അവിടെ ആണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഓണത്തിന് അവിടെ ചെന്നൈ മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാം അസോസിയേഷനുകളൊക്കെ ഇപ്പൊ സജീവല്ലേ? ഇപ്പൊ വിദേശത്താണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഒക്കെ അസോസിയേഷനുകളാണ് പലപ്പോഴും ഓണം ആണെന്നൊക്കെ ഉള്ള ഒരു ഫീല് തരുന്നത് പുറത്തുള്ളവർക്കൊക്കെ. അവര് നല്ല വലിയ സെലിബ്രേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ആ സമയത്ത് തന്നെയാണ് അവർക്ക് അവിടെ മാർഗഴി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രോഗ്രാം. അപ്പൊ അതിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ ഈ ചെമ്പൈ സംഗീതോത്സവം പോലത്തെ വലിയ പ്രോഗ്രാമാണ് അവിടുത്തെ. അതിലൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ പ്രോഗ്രാം ഓണപരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്നത്, കാണാനായിട്ട്. അപ്പൊ അത് കണ്ടു, നല്ല രസമുണ്ട്, എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനിയിപ്പം
അതൊക്കെ അവരിൽ കൂടുതൽ അതിൽ ജോയിൻ ചെയ്യാനും ഒക്കെ നോക്കണം. അവിടെ പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കറങ്ങാനൊക്കെ പോകാതെ ഉള്ളൂ, സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും നടക്കാറില്ല. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലി എന്നുള്ള ആളാണ് അല്ലെ? അച്ഛൻ മ്യൂസീഷ്യനാണ്, അതെനിക്കറിയാം. വേറെ എന്തൊക്കെയോ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൂടെ അത് പറയാമോ? അച്ഛൻ സിംഗറാണ്, കർണാട്ടിക് മ്യൂസീഷ്യനാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ തലവടി പുരുഷോത്തമൻ, അദ്ദേഹം അച്ഛൻ്റെ പേര് രഘുനാഥ് തലവടി. പിന്നെ എൻ്റെ അമ്മ കവിത എഴുതും. അമ്മ എഴുതി അച്ഛൻ ട്യൂൺ ചെയ്ത് ഇങ്ങനെ 1-2 തരാറുണ്ട്. ഞാൻ അങ്ങനെ അമ്മയുടെ കവിത ഒരുപാട് ട്യൂൺ ചെയ്തിട്ടില്ല, എന്നാലും ഒരു ഇടയ്ക്ക് ഒരെണ്ണം അത് ഞാൻ ചുമ്മാ അമ്മച്ചി ചലഞ്ച് ചെയ്തു, ചുമ്മാ ഒന്ന് എഴുതാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചലഞ്ച് ചെയ്ത് ഒരെണ്ണം ചെയ്തതാണ്. അത് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഏതോ വിദൂരമാം തീരത്ത് ഏകാന്ത പഥികനായി മരുന്ന എൻ പ്രിയ ഗായക നിന്നെയും കാത്ത് ഏകയായി നിൻ പ്രിയ സഖീർപ്പൂ. എനിക്ക് ഓർക്കുന്നുള്ളൂ. മ്യൂസിക് ഇപ്പൊ പഠിക്കുന്നുണ്ടോ? നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഏത് പ്രായം തൊട്ടാണ് ഇതിനോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്? ഞാന് മ്യൂസിക് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനാണ് ഗുരു. പഠിക്കാനായിട്ട് സെപ്പറേറ്റ് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അച്ഛൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ ഞാൻ 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് പാടുന്നത്. അത് എടത്തോപ്പള്ളിയിലെ ആൽബമാണ് പാടിയത്, എന്റെ പുണ്യവൻ എന്നാണ് ആൽബത്തിന്റെ പേര്. അപ്പോ അതില് യേശുദാസ് സാർ പാടിയിട്ടുണ്ട്, കെസ്റ്റർ സാർ പാടിയിട്ടുണ്ട്, ഞാന് ഞങ്ങൾ കുറെ പേരാണ് പാടിയത്. അപ്പൊ അതിലൊരു പാട്ട് ഞാൻ പാടി. അതിപ്പോഴും എല്ലാ വർഷവും, അന്ന് തൊട്ട് ഇതുവരെ എല്ലാ വർഷവും ആ പള്ളിയിൽ ഇടുന്നുണ്ട്, പെരുന്നാളിൽ ഇടുന്നുണ്ട്. പിന്നെ അതാണ് എന്റെ ആദ്യത്തെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പുറത്തിറങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് അച്ഛനോട് പോവും, ചെറിയ ഭക്തി ഗാനമേളയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഗാനമേളയ്ക്ക് അങ്ങനെ പാടിയിട്ടില്ല, എന്നാലും ഉണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ ആൽബംസ് ഇതൊക്കെയാണ് കൂടുതലും. എനിക്ക് അങ്ങനെ ഈ പബ്ലിക്കായിട്ട് അകത്തൊരു എനിക്ക് കുറവാണ്, ജോലി ഇതൊക്കെ ആയിട്ട് പോയതുകൊണ്ട് കുറവാണ്. പക്ഷെ ഇത് കൊച്ചിലെ തൊട്ടേ ഉണ്ട്, ഒരു 7 വയസ്സ് 8 വയസ്സ് തൊട്ടേ ഉണ്ട്. കുറച്ചും കൂടെ സജീവമാകണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ ഭജൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ഉണ്ടോ? തുടങ്ങണമെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എത്രത്തോളം അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇത് കുറെ പേര് കൂടിയുള്ളതാകുമ്പോ ഒരുമിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ? എന്തായാലും തുടങ്ങി കഴിയുമ്പോ അതിലും മാക്സിമം സപ്പോർട്ട് ഞാനും ഉണ്ടാവും. ഹൃദയ സാഗര തീരങ്ങൾ അലകൾ വീണു മുറിയുമ്പോ വിരഹിണിയായൊരു ദേശാടന കിളി വിജനതയിൽ കേഴുന്നു എൻ കവിതയായത് മാറുന്നു. ഹൃദയ സാഗര തീരങ്ങൾ തിരകളുറങ്ങും തീരമിതെങ്ങിനെ അലയുടെ നൊമ്പരമറിയും. തിരകളുറങ്ങും തീരമിതെങ്ങിനെ അലയുടെ നൊമ്പരമറിയും. അകന്നു പോയൊരു ഇണക്കിളി എങ്ങിനെ ഇണയുടെ ചിറകിലൊതുങ്ങും. തൂവൽ തഴുകിയുറക്കും ഹൃദയ സാഗര തീരങ്ങൾ. ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, എൻ്റെ അച്ഛൻ്റെ പേര് രഘുനാഥ് തലവടി. പുള്ളിക്കാരൻ സിംഗറാണ്, ക്ലാസിക്കൽ സിംഗറാണ്. സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അമ്മ സ്റ്റാഫ് നേഴ്സാണ്. ഇപ്പോൾ ഒരു കെയർ ഹോം, പ്രകൃതി കെയർ ഹോം എന്ന് പറഞ്ഞിട്ടൊരു കെയർ ഹോം റൺ ചെയ്യുന്നുണ്ട് കഞ്ചിപ്പാറയിൽ, പാലിയേറ്റീവ് കെയർ ഒക്കെയാണ്. അനിയത്തിയുടെ പേര് ശ്രീലക്ഷ്മി, അവള് ഡാൻസറാണ്. പിന്നെ സൈബർ ഫോറൻസിക് കഴിഞ്ഞു, സൈബർ ഫോറൻസിക് കഴിഞ്ഞു. അവൾക്കിപ്പോൾ അവിടെ ഒരു എറണാകുളത്തൊരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. അവളതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പറഞ്ഞില്ല. ഓക്കെ, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, ഗായകനാണ്, പോരാത്തതിന് അഭിനയമുണ്ട്. ഇതിലേതാ ഏറ്റവും ഇഷ്ടം? ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ടാണ്.
പാടുന്നതാണോ ഇഷ്ടം? പാടുന്നതാണ് ഇഷ്ടം. പാട്ട് എഴുതുന്ന, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് അതിന്റെ കൂടെ അങ്ങ് പോകുന്നുള്ളൂ. പാട്ട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ജോലിയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിസൈനിങ് പിന്നെ റിസർച്ച് ആ ഒരു ബേസിലാണ് പോകുന്നത്. അപ്പോൾ അതും നമുക്ക് ഏകദേശം ഈ ക്രിയേഷൻ ബന്ധപ്പെട്ടാണ് ഉള്ളത്. അതുകൊണ്ട് അതും ബോറടിയൊന്നുമില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇൻ ഫ്യൂച്ചർ എന്താകണം എന്നാണ് മ്യൂസിക്കില്? സിനിമയിലൊക്കെ പോടുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെയാ? എനിക്ക് ഇൻഡിവിജ്വൽ മ്യൂസിഷ്യൻ ആവണമെന്നാണ് ആഗ്രഹം. മ്യൂസിക് ഓൺ സോങ്സ് റിലീസ് ചെയ്യണം. എല്ലാ മാസവും ഓരോ പാട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാം. എല്ലാ മാസവും ഓരോ പാട്ടുകൾ ചെയ്ത് റിലീസ് ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. ഒരു സ്വന്തം ഓൺ ബ്രാൻഡ് മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ്, ആഗ്രഹങ്ങൾ. മ്യൂസിക് റിലേറ്റഡ് നോക്കിയാൽ അങ്ങനെ. ജോലി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ എനിക്ക് എന്താ പറയുക, ഈ എൻ്റെ ഓൺ ഐഡിയയിൽ ഒരു ഇൻസ്ട്രുമെന്റ്, നമ്മൾ ഒരു എക്യുപ്മെന്റ് റിലീസ് ചെയ്യണം, പേറ്റന്റ് വാങ്ങിക്കണം. ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ. കുറെ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യണം. ഇപ്പം ലിറിക്സ് എഴുതിയിട്ട് മ്യൂസിക് ചെയ്യുന്നു, ചിലര് മ്യൂസിക് നോക്കിയിട്ട് ലിറിക്സ് എഴുതുന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനെ കുറച്ച് തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അതിലേതാ എളുപ്പം, ഏതായിരിക്കും? ഇത് എങ്ങനെ സാധാരണ എങ്ങനെയാ ചെയ്യുന്നത്? ട്യൂൺ ഇട്ടിട്ടാണോ? ഞാൻ ചെയ്യുന്നത്, അവര് എനിക്ക് പൊതുവെ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിനെ പറ്റി എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ അപ്പം തന്നെ എനിക്ക് വിത്ത് ട്യൂണ് ലിറിക്സ് രണ്ടു ഒരേ ടൈമിൽ ഞാൻ എഴുതും. ലിറിക്സ് എഴുതുന്ന വഴിക്ക് തന്നെ അതിന്റെ ട്യൂണും കൂടെ മൈൻഡിൽ വരുവാ ചെയ്യുന്നത്. ബേസിക്കലി ആയ സിറ്റുവേഷന് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു റൂട്ടിലുള്ള ഒരു രാഗമായിരിക്കും ഞാൻ എടുക്കുന്നത്. അപ്പൊ ആ ഒരു റൂട്ടിൽ ഏതെങ്കിലും വരുന്നിട്ട് അതിനൊരു ലിറിക്സ് ഞാൻ എഴുതി പോകും. പിന്നെ അവർ പറയുന്ന അനുസരിച്ച് കറക്ഷൻസ് ഉണ്ടാകും. അല്ലെങ്കിലും മറ്റേതാണെങ്കിലും ഈ ലിറിക്സ് അവർ തന്നിട്ട് അത് ട്യൂൺ ചെയ്യുന്നതാണെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് രാഗം സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ റൂട്ടിലുള്ള ഏതെങ്കിലും, ഇപ്പം ശോകമാണെങ്കിൽ ശോകം റിലേറ്റഡ് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു സ്റ്റൈലിലുള്ള ഒരെണ്ണം ചെയ്യും. കോപ്പി അടിക്കാറുണ്ട്? കോപ്പിയടി നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, ഇൻസ്പിറേഷൻ പറയാൻ പാടില്ല. അല്ല, നമ്മള് കോപ്പി അടിച്ചെന്ന് പറഞ്ഞാലും അതിനെ നമുക്ക് കോപ്പി അടിച്ചതെന്ന് തോന്നാത്ത രീതി മാറ്റാനായിട്ട് നമ്മൾ കഴിയുകയാണ്. അതേ ഉള്ളൂ. ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചാ എന്താ ഉത്തരം? കൂടുതലും മോഡേൺ ഇപ്പം വരുന്ന ഏതെങ്കിലും സിനിമകളൊക്കെയാണ് ഞാൻ കൂടുതലും സിനിമകളിലെ പാട്ടുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ കേട്ട് നോക്കും. കേട്ട് നോക്കിയിട്ട് ആ ഒരു സ്റ്റൈലിലുള്ള ഏതെങ്കിലും ഒക്കെ ചെയ്യും. അതേ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കറക്റ്റ് പറയും. അങ്ങനെ വരാൻ പാടില്ല. ആ ഒരു റൂട്ടിൽ ഇപ്പം അതേ സിറ്റുവേഷൻ മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടാണെങ്കിൽ അത് വെച്ചിട്ട് ഏതെങ്കിലും ഐഡിയ ചെയ്യും. അപ്പൊ അങ്ങനെ ഇൻസ്പയർ ആകുന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല. നമുക്കിപ്പം ഇതെല്ലാം വേറെ ആരെങ്കിലും ഇപ്പൊ കമന്റ്സ് ഒക്കെ ഇടാവല്ലോ, നമ്മുടെ എന്തെങ്കിലും മ്യൂസിക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ആൾക്കാർക്ക് പബ്ലിക്കലി കമന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഇത് അതല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെ കാലമായത്. അത് മെയിൻലി രാഗം സെയിം ആയതുകൊണ്ടായിരിക്കും. രാഗം സെയിം ആണെങ്കിൽ അവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുലിമുരുകനിലെ പുലിമുരുക ഇല്ല, അതാ മറ്റേ ഒരു ഡിവോഷൻ സോങ്ങിന്റെ ട്യൂണാണ്. പക്ഷെ അതേ രീതിയിലല്ല ചെയ്തേക്കുന്നത്. വ്യത്യാസമുണ്ട്. മ്യൂസിക് അറിയാവുന്നവർ കേൾക്കുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. കോമൺ ആൾക്കാർ കേൾക്കുമ്പോൾ ഇത് അതാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഒരു തെറ്റായിട്ടൊന്നും ഇല്ല. നമ്മൾ ഇൻസ്പയർ ആയിട്ട് വേറൊരു രീതിയിൽ ചെയ്യുക, അതേ ഉള്ളൂ. അപ്പൊ എന്താ, ആഗ്രഹം പോലെ മ്യൂസിക്കിൽ ഇനിയും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. എല്ലാ ദൃശ്യ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ. ഹേമന്തമൻ കൈക്കുമ്പിളി തൂവും നിലാപ്പൂവീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ, കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയായി, നിന്റെ മൗനവും മൊഴിഴ തുന്നിയേകവേ, എന്നുമീ വഴി കനവുകൾ കാത്തിരുന്നു ഞാൻ,
എന്നിമിഷങ്ങളാനന്ദശലഭങ്ങളായി ഇന്നലയുന്നു നിന്നോർമ്മയാലെ നെഞ്ചിന്നു ഞാൻ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോ പൂവേ ആ ലാ 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 ലാ. ഹേമന്തവൻ കൈക്കുമ്പിളിൽ തൂവും നിലാപ്പൂവ് നീ